ഇന്ന് നമുക്ക് ജീരക മൈലാഞ്ചി ഉണ്ടാക്കിയാലോ. ജീരക മൈലാഞ്ചിക്ക് വേണ്ടി ആദ്യം കുറച്ച് തേയിലപ്പൊടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചെറിയ ജീരകവും വലിയ ജീരകവും ഉപയോഗിക്കുന്നവരുണ്ട്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഇത് മൂന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണേ. ഇനിയാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഒരു കുക്കർ എടുക്കുക, അത്യാവശ്യം കട്ടിയുള്ള ഒരു കുക്കർ എടുക്കുക. കുക്കറിൻ്റെ അകത്തേക്ക് നമ്മുടെ അലൂമിനിയം ഫോയിൽ നല്ല കവർ ചെയ്യുന്ന രീതിയിൽ വെക്കണം കേട്ടോ. ഞാൻ 2 അലൂമിനിയം ഫോയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അലൂമിനിയം ഫോയിൽ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പാത്രം, ഈ കുക്കർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അലൂമിനിയം ഫോയിൽ വെക്കുന്നത്. ഒരുപാട് പേരുണ്ടാക്കിയിട്ട് ഇങ്ങനെ പരാതി പറയുന്നുണ്ട്, ഉണ്ടാക്കുന്ന പാത്രം കരിഞ്ഞു പോകുന്നുണ്ടെന്ന്. നമ്മുടെ പാത്രം കരിഞ്ഞു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ വെക്കുന്നത്. അലൂമിനിയം ഫോയിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ വീട്ടിൽ കാണുമല്ലോ, അതെടുത്താലും മതി. ഇനി നമ്മുടെ മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാത്രം വയ്ക്കാനായിട്ട് സൈഡിലോട്ട് ഈ കൂട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഗ്ലാസ് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം ഇതുപോലെ. ഇനി നമുക്ക് പാത്രം ഗ്യാസിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഒരു പാത്രം കൊണ്ട് മോൾ ഭാഗം കവർ ചെയ്യണം. ആ പാത്രത്തിൽ കുറച്ച് ഐസ് വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. അതിൻ്റെ നീരാവി ഇറങ്ങിയിട്ട് വേണം നമുക്കിതിൻ്റെ ആ മിക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ വെള്ളം ചൂടാവുന്നതനുസരിച്ച് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഞാനിപ്പോൾ ഇതാ ഒരു ഐസ് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കവർ ചെയ്തിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒട്ടും നീരാവി പുറത്ത് പോവാത്ത രീതിയിൽ വേണം, നല്ല ടൈറ്റായിട്ടുള്ള പാത്രം വേണം വെക്കാൻ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നീരാവി എല്ലാം പുറത്ത് പോവുകയും ചെയ്യും, ഗ്ലാസ്സിൽ നമുക്ക് ആ മിക്സ് കിട്ടത്തുമില്ല. നമുക്കിതാ ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട കുക്കറൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, കുക്കറൊന്നും ചീത്തയായി കിട്ടിയിട്ടില്ല. അല്ലേ, ഞാനതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ മൈദാമാവിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പം കയ്യിലിടാൻ പറ്റിയ പരുവത്തിൻ്റെ മൈലാഞ്ചി ആയിട്ടുണ്ട്. നല്ല കളറാണ്, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മൈലാഞ്ചിയാണ്. പുറത്തൊന്നും വാങ്ങാൻ പോണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ പാത്തുക്കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ, നന്നായി ചുമന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, ഇത്രയും നല്ല കളർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ.